കേരളത്തിൽ വളർന്നു വന്ന ജാതിമത രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ അതിശക്തമായ രീതിയിൽ ഫാമിലി, കുടുംബം എന്ന് പറയുന്നത് ഒരുപക്ഷെ റെപ്ലിക്കേറ്റിംഗ് ഏജൻസി ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടണം നോക്കും, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ലണ്ടൻ എങ്കിൽ ലണ്ടൻ, എവിടെയെങ്കിലും പോയിട്ട് പാത്രം കഴിയെങ്കിലും ജീവിക്കുന്നതാണ് ഇവിടെ കിടക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് തോന്നിക്കാണും. ഈ വിജ്ഞാന സമൂഹം വളരെയേറെ കൊടുമ്പിരി കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് സാറ് പറഞ്ഞു ബികോം പഠിക്കാൻ ഇവിടെ നിന്ന് അവിടം വരെ പോകേണ്ടതുണ്ടോ? ഇവിടെ ഇല്ലേ ബികോം? ഇവിടെ കിട്ടാത്ത എന്താണ് അവിടെ കിട്ടുന്നത്? ഇവിടെ കിട്ടാത്ത വലിയൊരു കുടുംബാന്തരീക്ഷം അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്തുകൊണ്ട് മറക്കുന്നു? ശാസ്ത്ര പ്രചാരകർ എന്ന രീതിയിൽ നമ്മൾ ഘോരഘോരം സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോഴും നമ്മുടെ വീടുകൾക്കകത്ത് കുട്ടികൾക്ക് കിട്ടേണ്ട പ്രാഥമികമായിട്ടുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ആ കുട്ടി അത് ആഗ്രഹിച്ച് തന്നെയല്ലേ പോകുന്നത്? പാരീസിലാണെങ്കിലും വേണ്ടില്ല, ഏത് ഉഗാണ്ടയിലേക്കാണെങ്കിലും വേണ്ടില്ല, വീട്ടിൽ നിന്നൊന്ന് മാറി നിന്നാൽ മതി എന്നാണ് കുട്ടികൾ പറയുന്നത്. സ്വന്തം ഇപ്പോഴും നമ്മളും അച്ഛനും അമ്മയും മതം, രാഷ്ട്രീയം വീടുകളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്നൊക്കെയുള്ളൊരു ഒളിച്ചോട്ടം തന്നെയാണ് കുട്ടികൾ നടത്തുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് സാറിൻ്റെയും കൂടെ ഒരു അഭിപ്രായം പറഞ്ഞാൽ സന്തോഷം. അത് വസ്തുതയാണ്. ആ വസ്തുതയാണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അവിടെ വീണ്ടും നമ്മളുടെ ഒരു കൾച്ചറൽ ചേഞ്ചിന്റെ ഒരു തകരാറാണ് നമ്മൾ കാണുന്നത്. കാരണം കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ അഭിപ്രായത്തിൽ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ വളർന്നു വന്ന ജാതിമത രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ അതിശക്തമായ രീതിയിൽ ഫാമിലി, കുടുംബം എന്ന് പറയുന്നത് ഒരുപക്ഷെ റെപ്ലിക്കേറ്റിംഗ് ഏജൻസി ആയിട്ട് മാറുന്നുണ്ട്. അവനവനെ തന്നെ വീണ്ടും പുനരുൽപാദിപ്പിക്കാനുള്ള സംഭവമായിട്ട് കുടുംബം മാറുന്നുണ്ട്. അവനവനെ എന്ന് ഉദ്ദേശിക്കുന്ന ഡോക്ടറായിട്ട് തന്നെ പുനരുൽപാദിപ്പിക്കുക, എഞ്ചിനീയറായിട്ട് പുനരുൽപാദിപ്പിക്കുക, മാഷായിട്ട് പുനരുൽപാദിപ്പിക്കുക. അങ്ങനെ ഏറ്റവും വലിയ പരിഷത്ത് വരെ തിരക്കേടില്ല. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ മക്കൾ എന്ന് പറയുന്നവർ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. അത് അസംബന്ധമാണ്. എൻ്റെ മോനെന്തിനാ എൻ്റെ രാഷ്ട്രീയം പിന്തുടരേണ്ട വല്ല ആവശ്യമുണ്ട്? അവനൊരു സൗകര്യമുള്ള പിന്തുടരും. അങ്ങനെ പറയാനുള്ള ധൈര്യം നമുക്കില്ല ഇപ്പോൾ. എന്ന് മാത്രമല്ല, ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് ഞാനൊരു റിസർച്ച് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്ത സമയത്ത് എന്നോടൊരാൾ ചോദിച്ചൊരു കാര്യമുണ്ട്. എൻ്റെ ഒരു വിദ്യാർത്ഥി, പുള്ളി അവിടുത്തെ വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാട് എടുക്കുന്ന ഒരാളാണ്. ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ സ്റ്റുഡൻ്റ് അല്ലേ, അയാൾ എന്താണ് ഈ പൊസിഷൻ എടുക്കുന്നത്? എൻ്റെ സ്റ്റുഡൻ്റ് ആയാലും എന്താണ് അയാൾക്ക് പൊസിഷൻ എടുത്തത്? അപ്പോൾ ഇത് പറയുന്നത് എന്താണ്? ഇവിടെയൊക്കെ നമ്മളൊരു ഹയറാർക്കി, ഇത്തരത്തിലുള്ളൊരു ഫ്യൂഡൽ രാഷ്ട്രീയത്തിന് അറിയാതെ ഒരു സംഭവം വരുന്നുണ്ട്. ആ ഫ്യൂഡൽ രാഷ്ട്രീയത്തിൽ ഫ്യൂഡലിസം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ റീഇൻഫോഴ്സ്മെന്റിന്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ വലിയൊരു ഭാരം പേറേണ്ടി വരുന്നത് നമ്മൾ ഈ പുതിയ തലമുറ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടണം നോക്കും, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ലണ്ടൻ എങ്കിൽ ലണ്ടൻ, എവിടെയെങ്കിലും പോയിട്ട് പാത്രം കഴിയെങ്കിലും ജീവിക്കുന്നതാണ് ഇവിടെ കിടക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് തോന്നിക്കാണും. അങ്ങനെ കാണേണ്ട കാര്യമാണ്. അവിടെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ പറയുന്ന മധ്യവർഗ രക്ഷിതാക്കൾ എന്ന് വിളിക്കുന്ന വിഭാഗത്തിൻ്റെ, നമ്മളൊക്കെ അടക്കമുള്ള ആൾക്കാരുടെ, കൂടി പറഞ്ഞുകൊണ്ട് ശരിയല്ലേ, ആൾക്കാരുടെ സ്വഭാവം എന്താണ്, കുട്ടികളോടുള്ള സ്വഭാവം എന്താണെന്നുള്ള പരിശോധിക്കാനാണ്. അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ ന്യൂജൻ എന്ന് പറയുന്ന ആൾക്കാർക്ക് രാഷ്ട്രീയവാദികളാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. അതൊന്നും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. ഞാൻ പരിചയപ്പെട്ടിടത്തോളം അങ്ങനെയല്ല. അവർക്കൊക്കെ നിലപാടുകളുണ്ട്. പക്ഷെ അതേസമയം എന്തിനും ശാസ്ത്ര സാഹിത്യ പരിഷത്തിനകത്ത് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരെ കിട്ടില്ല. അതെന്തുകൊണ്ടെന്നുള്ള ചോദ്യം ചോദിക്കേണ്ടത് പരിഷത്തുകാരാണ്, അല്ലാതെ അവരല്ല. ഇല്ലേ? അവർ ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല, നമ്മളാ ചോദിക്കേണ്ടത്. എന്തുകൊണ്ട് അവരിങ്ങോട്ട് വരുന്നില്ല? അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.